ഹലോ മക്കളെ, ഫിസിക്കൽ കെമിസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അയണിക് ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം, അയണിക് ഇക്വിലിബ്രിയം ഉണ്ട്. അയണിക് ഇക്വിലിബ്രിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറഞ്ഞ പോലെ. സോ നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാം മക്കളെ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ അയണിക് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ നോക്കാനുള്ളത് ഇലക്ട്രോലൈറ്റ് എന്ന ഡെഫിനേഷനാണ്. വാട്ട് ഇസ് എൻ ഇലക്ട്രോലൈറ്റ്? വെള്ളത്തിലിടുമ്പോൾ അല്ലെങ്കിൽ പോളാർ സോൾവെന്റിലിടുമ്പോൾ കാറ്റയോൺസും ആനയോൺസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദെയർ അക്വസ് സൊല്യൂഷൻ. കാര്യം എന്താ, അവർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോളാർ സോൾവെന്റിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റയോൺസ് ആനയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ദർ ആർ 2 types ഓഫ് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ആൻഡ് വീക്ക്. സ്ട്രോങ് അറിയാലോ, നമ്മൾ എത്ര ഇലക്ട്രോലൈറ്റ് ഇടുന്നു അതെല്ലാം പൊട്ടി കാറ്റയോണും ആനയോണും ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HCl 10 HCl ഇട്ടാൽ 10 H+ 10 Cl- കിട്ടും. NaOH 10 NaOH ഇട്ടാൽ 10 Na+ 10 OH- കിട്ടും. അല്ലേ മക്കളെ? വീക്ക് ഇലക്ട്രോലൈറ്റോ? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ മടിയന്മാരാ. അവന്മാരെല്ലാം സ്പ്ലിറ്റ് ആവില്ല, അവന്മാർ ഒരു കണക്കിനെ സ്പ്ലിറ്റ് ആവുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസറ്റിക് ആസിഡ് ഒരു 10 ഇട്ടാൽ ഫോർ എക്സാമ്പിൾ ലെറ്റസ് ഒരു 2 സ്പ്ലിറ്റ് ആയിട്ട് അസറ്റേറ്റും CH3CO- H+ തരും. അമോണിയം ഹൈഡ്രോക്സൈഡ് ചിലപ്പോൾ ഒരു 10 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 3 സ്പ്ലിറ്റ് ആയിട്ട് NH4+ OH- തരും. ഈ നമ്പേഴ്സ് ഞാൻ റാൻഡം ആയിട്ടാണ് പറയുന്നത്, ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് കൺസിസ്റ്റ് ഓഫ് അയോൺസ് ആൻഡ് അൺഅയോണൈസ്ഡ് സോൾട്ട്. അത് മനസ്സിലാക്കണം. ഇപ്പോൾ അസറ്റിക് ആസിഡ് ഇട്ടാൽ അസറ്റിക് ആസിഡ് ആയിട്ട് തന്നെ CH3COH ആയിട്ട് തന്നെ ഉണ്ടാവും, പിന്നെ CH3CO- ഉണ്ടാവും, H+ ഉണ്ടാവും. ഓക്കെ, അയണൈസ് പാർട്ട് ഉണ്ടാവും, കാറ്റയോൺ ആനയോണും ഉണ്ടാവും, പിന്നെ അൺഅയണൈസ് പാർട്ടും ഉണ്ടാവും. നേരെ മറിച്ച് HCl ഇട്ടാലോ അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, H+ Cl- ഉണ്ടാവുള്ളൂ. HCl എന്ന ഫുൾ യൂണിറ്റ് ഉണ്ടാവില്ല, കാറ്റയോൺസും ആനയോൺസും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലേ? നെക്സ്റ്റ് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് കാണാം. നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്, നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഓർത്ത് വെക്കേണ്ട ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. സ്ട്രോങ് ആസിഡ്സ് HCl, HBr, HI, HNO3, H2SO4, HClO4, HClO3 ഇവന്മാരാണ് സ്ട്രോങ് ആസിഡ്സ്. H3PO4 പോലും ഈ ഗണത്തിൽ പെടുന്നില്ല. ഓക്കെ, ഇവന്മാരാണ് സ്ട്രോങ് ആസിഡ്സ്. സ്ട്രോങ് ബേസസ് വരുന്നത് LiOH, NaOH, KOH, RbOH, CSOH, ബേരിയം ഹൈഡ്രോക്സൈഡ്, സ്ട്രോങ്ഷം ഹൈഡ്രോക്സൈഡ്. ഇവന്മാരുടെ ലിസ്റ്റ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എല്ലാ സോൾട്ടും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഏത് സോൾട്ട് എടുത്താലും ദാറ്റ്സ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഇവന്മാരെയൊക്കെ വെള്ളത്തിലിട്ടാൽ ദേ ഗെറ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. നോക്കിക്കേ, ആ ആരോ നോക്കിയാൽ തന്നെ അറിയാം, തിരിച്ചു വരുന്നില്ല, ദേ ഗെറ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമോണിയം അസറ്റേറ്റ് എടുത്താൽ ഇറ്റ്സ് എ സോൾട്ട്. ഞാനിപ്പോൾ 100 അമോണിയം അസറ്റേറ്റ് എടുത്താൽ എനിക്ക് 100 അസറ്റേറ്റും 100 അമോണിയവും കിട്ടും, മനസ്സിലാക്കുക മക്കളെ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിസ്റ്റ്. മോസ്റ്റ് ആസിഡ്സ് ആർ വീക്ക്. ഫോർ എക്സാമ്പിൾ HF, HCN, H2S, H2SO3, H2CO3, HNO2, H3PO4 എക്സെട്ര ആർ ഓൾ വീക്ക്. അതേപോലെ തന്നെ ഓൾ ഓർഗാനിക് ആസിഡ്സ്, എല്ലാ ഓർഗാനിക് ആസിഡ്സും വീക്കാണ്. അപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, എല്ലാ ഓർഗാനിക് ആസിഡ്സും വീക്കാണ്. കമ്പാരിറ്റീവ്ലി ഓർഗാനിക് ആസിഡ്സിൽ സ്ട്രോങ് ആസിഡ്സ് ഉണ്ടാവും, പക്ഷെ ജനറലി ഇവന്മാരെ നോക്കുമ്പോൾ ഇവന്മാരാണ് തലവട്ടപ്പന്മാർ. അവന്മാരെ വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് ആസിഡ്സ് ആർ വീക്ക്. അതേപോലെ തന്നെ മോസ്റ്റ് ബേസസ് ആർ വീക്ക്. ഫോർ എക്സാമ്പിൾ അമോണിയ, അമീൻസ്, എല്ലാ അമീൻസും ഓർഗാനിക് ബേസസ് ആണല്ലോ അമീൻസ്, എല്ലാ അമീൻസും വീക്കാണ്. കുപ്രിക് ഹൈഡ്രോക്സൈഡ്, ഓൾ ആംഫോട്ടറിക് ബേസസ്, ഫോർ എക്സാമ്പിൾ സിങ്ക് ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ക്രോമിയം ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെ വീക്കാണ്, മനസ്സിലാക്കുക. അതായത് ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ ദീസ് ആർ ദ സ്ട്രോങ് ബേസസ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഓർത്ത് വയ്ക്കുക, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിസ്റ്റ് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട മക്കളെ. ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ് ബേസിക്കലി അയണിക് ഇക്വിലിബ്രിയത്തിൽ ഏർപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ HF വെള്ളത്തിലിട്ടാൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് H+ F- മാറുന്നത്, അല്ലെ? ബാക്കിയുള്ളത് H+ ആയിട്ട് തന്നെ നിൽക്കും. സോ ബേസിക്കലി ഇഫ് അയണിക് ഇക്വിലിബ്രിയം ഇസ് ഗിവൺ ബൈ 4 ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആരാ നോക്കുക. അയണിക് ഇക്വിലിബ്രിയം ഇസ് ഗിവൺ ബൈ എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നു, അതിൽ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഒരെണ്ണം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും അയണിക് ഇക്വിലിബ്രിയം തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പോളിപ്രോട്ടിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ H2SO3 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് അയണൈസ് ചെയ്യുക. ആദ്യം H+ HSO3- വരും, പിന്നെ ഈ HSO3- വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് H+ SO3 ഉണ്ടാവും. ഓക്കെ, സ്റ്റെപ്പ് വൈസ് ആണ്. ഫോർ എക്സാമ്പിൾ H3PO4 എടുത്താൽ ആദ്യം H+ H2PO4- തരും, പിന്നെ അത് കഴിഞ്ഞ് H2PO4- സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ HPO4- തരും, അത് കഴിഞ്ഞ് HPO4- സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ PO4- തരും, അല്ലെ? സ്റ്റെപ്പ് വൈസ് ആണ് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെ മക്കളെ? ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ്. 3 കോൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അർഹീനിയസ്, ബ്രോൺസ്റ്റഡ്, ലൂയിസ്. അർഹീനിയസ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് വൺ പുട്ട് ഇൻ വാട്ടർ. അക്വസ് മീഡിയത്തിൽ എടുത്താൽ H+ തരുന്നത്. അക്വസ് മീഡിയത്തിൽ ഇട്ടാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് H+ എടുത്ത് കൊടുക്കും. വെള്ളത്തിലിട്ടാൽ ഫോർ എക്സാമ്പിൾ HCl, ഓക്കെ, H2SO4, H3PO4, അസറ്റിക് ആസിഡ്, ഇതൊക്കെ വെള്ളത്തിലിട്ടാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് H+ എടുത്ത് കൊടുക്കും. അർഹീനിയസ് ബേസ് എന്താണ് മക്കളെ? വെള്ളത്തിലിട്ടാൽ OH- തരുന്നതാണ് അർഹീനിയസ് ബേസ്. ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് എന്താണ്?
അവിടെ വെള്ളം മെൻഷൻ ചെയ്യുന്നില്ല. ഒരു റിയാക്ഷനിൽ, ഏത് റിയാക്ഷനിലും ഒരാൾ H+ കൊടുക്കുകയാണ്, മറ്റാൾ H+ മേടിക്കുകയാണെങ്കിൽ H+ കൊടുക്കുന്ന ആൾ ആസിഡ്, H+ മേടിക്കുന്ന ആൾ ബേസ്, ഇങ്ങനെ കരുതിയാൽ മതി. ഒരു റിയാക്ഷനിൽ അവിടെ വെള്ളം എന്നുള്ള പ്രസക്തിയില്ല, വെള്ളത്തിലിടണം എന്നൊന്നുമില്ല. ഒരു റിയാക്ഷനിൽ H+ കൊടുക്കുന്ന ആൾ ആസിഡ്, H+ മേടിക്കുന്ന ആൾ ബേസ്. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് പ്ലസ് വാട്ടർ ഗിവിംഗ് അസറ്റേറ്റ് പ്ലസ് H3O+. അസറ്റിക് ആസിഡ് ആണ് ഇവിടെ H+ കൊടുക്കുന്നത്. സോ അസറ്റിക് ആസിഡ് ഇസ് ദി ആസിഡ്, H2O ഇസ് എ ബേസ്. ഇതേപോലെ തന്നെ H2O പ്ലസ് NH3 എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? H2O പ്ലസ് NH3 എടുക്കുകയാണെങ്കിൽ NH4+ പ്ലസ് OH-. ഇവിടെ H2O is giving the H+ to NH3. അപ്പോൾ H2O അവിടെ ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. H2O ഇവിടെ ബേസ് ആയിട്ട്, ഇവിടെ H2O H+ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആസിഡ് ആയിട്ടാണ്. അതേപോലെ തന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് തിയറി അറിയാലോ. ഒരു ആസിഡ് H+ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു H+ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ കോൺജുഗേറ്റ് ബേസ് തരും. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് H+ കൊടുത്താൽ അസറ്റേറ്റ് ഇസ് എ കോൺജുഗേറ്റ് ബേസ് ഓഫ് അസറ്റിക് ആസിഡ്. അതേപോലെ കോൺജുഗേറ്റ് ആസിഡ് എന്താണെന്നറിയാലോ മക്കളെ? കോൺജുഗേറ്റ് ആസിഡ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് H+ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ H2O കോൺജുഗേറ്റ് ആസിഡ് എന്താ? H3O+. H2O കോൺജുഗേറ്റ് ബേസ് എന്താ? OH-. ഓക്കെ മക്കളെ. അതേപോലെ തന്നെ ലൂയിസ് കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ടേക്ക് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബേസസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടുള്ള കളിയാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ ലൂയിസ് ആസിഡ് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താണ്? വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉണ്ടോ നോക്കുക. BF3, AlCl3, H+, Ag+. ജനറലി എല്ലാ കാറ്റയോൺസും ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ലൂയിസ് ആസിഡ്സ്. അങ്ങനെ കാണാം, ബിക്കോസ് അവർക്ക് വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. BF3, AlCl3 ഇവന്മാരൊക്കെ വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ലൂയിസ് ബേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവന്മാർ. ഫോർ എക്സാമ്പിൾ ആനയോൺസ് എടുക്കുകയാണെങ്കിൽ, ഏതൊരു ആനയോൺ എടുത്താലും അവന്മാർക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതേപോലെ തന്നെ ന്യൂട്രൽ മോളിക്യൂൾസ് വിത്ത് എ ലോൺ പെയർ. ഫോർ എക്സാമ്പിൾ അമോണിയ, വാട്ടർ ഒക്കെ ദേ ആർ ന്യൂട്രൽ മോളിക്യൂൾസ്, എന്നാലും അവർക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോസ്ഫീൻ, PH3 is another example. ഇവന്മാരൊക്കെ ലൂയിസ് ബേസസ് ആണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റന്റിലേക്ക് എടുക്കാം. ആദ്യം തന്നെ അയണൈസേഷൻ ഓഫ് വാട്ടർ. ഏതൊരു കണ്ടെയ്നറിലും വെള്ളം ഉണ്ടെങ്കിൽ, അത് അസിഡിക് കണ്ടെയ്നർ ആയിക്കോട്ടെ, ബേസിക് ആയിക്കോട്ടെ, ന്യൂട്രൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ 1 molecule of water reacts with another molecule to give you H3O+ and OH-. ഇവിടെ ഒരു മോളിക്യൂൾ will act as acid, H+ കൊടുക്കും, മറ്റേ മോളിക്യൂൾ H+ മേടിക്കും. സോ H3O+ and OH- തരും. ഇതൊരു ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ എല്ലാ ഇക്വിലിബ്രിയത്തിനും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KW is equal to concentration of H3O+ into OH-. ഇത് രണ്ടും എടുക്കേണ്ട കാര്യം, അത് ബേസിക്കലി ലിക്വിഡ് ആണ്. സോ KW is H3O+ concentration into OH-, which can also be written as KW is equal to H+ into OH-. ഈ KW ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ കേട്ടോ. ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് KW increases with temperature. കാരണം നിങ്ങൾക്കറിയാലോ എൻഡോതെർമിക് റിയാക്ഷൻസിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ KW increases. പിന്നെ at 25 degrees Celsius KWയുടെ വാല്യൂ 10⁻⁻14 ആണ്. 25ന്റെ മേളിലാണെങ്കിൽ 10⁻⁻14 മേളിൽ പോകും. ഓക്കെ, if H+ concentration is equal to OH- concentration, ന്യൂട്രൽ സൊല്യൂഷൻസ് ആണെങ്കിൽ H+ concentration is equal to OH- concentration. അതാണ് കണ്ടീഷൻ. അത് തന്നെ 25 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ that will be equal to 10⁻⁷. നേരെ മറിച്ച് അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ H+ concentration greater than OH- concentration. ഓക്കെ, അത് തന്നെ ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ H+ concentration should be greater than 10⁻⁷. കാരണം 10⁻⁷ ആണ് ന്യൂട്രാലിറ്റിക്ക് വേണ്ടത്. അപ്പോൾ H+ concentration will be greater than 10⁻⁷ അസിഡിക് ആണെങ്കിൽ at 25 degrees Celsius. ഓക്കെ, അതേപോലെ തന്നെ ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ H+ concentration will be less than OH- concentration. 25 degrees Celsiusൽ H+ concentration will be less than 10⁻⁷ in basic solutions. Okay, always understand H+ into OH- will always be equal to 10⁻⁴ at 25 degrees Celsius. 25 ഡിഗ്രി സെൽഷ്യസിൽ ഇവരുടെ പ്രോഡക്റ്റ് എപ്പോഴും 10⁻⁴ ആയിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി അയണൈസേഷൻ ഓഫ് എ വീക്ക് ആസിഡ്. അറിയാലോ, ഒരു വീക്ക് ആസിഡ് വെള്ളത്തിലിട്ടാൽ അത് ബേസിക്കലി അതിൻ്റെ ആനയോണും H3O+ തരും. അതിൻ്റെ ഈ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. സോ Ka is called as ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. അത് തന്നെ ഒരു ബേസ് എടുക്കുകയാണെങ്കിൽ, ഒരു വീക്ക് ബേസ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിടുമ്പോൾ കിട്ടുന്നത് എന്താണ്?
അമോണിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിടുമ്പോൾ കിട്ടുന്ന എന്താണ് NH4OH ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് NH4+ഉം OH- തരും. സോ ബേസിക്കലി ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുക്കുമ്പോൾ NH4+ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ NH4OH കോൺസെൻട്രേഷൻ. ഓക്കെ മക്കളെ, ഇതാണ് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തരും അവർ, എന്നിട്ട് കോൺസെൻട്രേഷൻ തരും ആസിഡിൻ്റെ, എന്നിട്ട് KA കണ്ടുപിടിക്കാൻ വരും. KA = C∝². ഓക്കെ, ഇഫ് ആൽഫ ഈസ് വെരി ലെസ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ആക്ച്വൽ ഫോർമുല ഇസ് ബേസിക്കലി C∝² / α, പക്ഷേ ആൽഫ വെരി വെരി ലെസ് ആണെങ്കിൽ മിക്ക ക്വസ്റ്റ്യൻസിൽ അതങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അവരത് പറയും. ഓക്കെ, അപ്പോൾ ആൽഫ വെരി ലെസ് ദാൻ 1 എന്ന് എടുക്കാം. സോ KA = C∝². H3O+ കോൺസെൻട്രേഷൻ is C∝. അത് ഓർത്ത് വയ്ക്കുക. H3O+ കോൺസെൻട്രേഷൻ ഓഫ് എ വീക്ക് ആസിഡ് is equal to C∝. ഓക്കെ മക്കളെ, ഫൈൻ. ഇനി ആൽഫ ഈസ് ഓൾസോ ഗിവൺ ആസ് √KA/C. അത് ബേസിക്കലി ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് H+ കോൺസെൻട്രേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് √KA × C. ഈ C∝ ആൽഫയ്ക്ക് പകരം ഈ ഫോർമുല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ √KA × C കിട്ടും. അപ്പോൾ ഒരു വീക്ക് ആസിഡിൻ്റെ H3O+ കോൺസെൻട്രേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H3O+, H+ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് C∝, അല്ലെങ്കിൽ √KA × C. ഓക്കെ, അതേപോലെ വീക്ക് ബേസിൻ്റെ വരുന്നത് KB = C∝². OH- കോൺസെൻട്രേഷൻ is C∝. ആൽഫ is equal to √KB/C. OH- കോൺസെൻട്രേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് √KB × C. ഓക്കെ, അപ്പോൾ രണ്ട് ബേസ് തന്നിട്ട് അതിൽ ഏതിനാണ് കൂടുതൽ OH- കോൺസെൻട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും √KB × C കണ്ടുപിടിക്കണം. എന്നിട്ട് ഏതിനാണ് കൂടുതൽ OH- കോൺസെൻട്രേഷൻ അതായിരിക്കും കൂടുതൽ ബേസിക് സൊല്യൂഷൻ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ പറയും സർ, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ KA മാത്രം നോക്കിയാൽ മതി എന്ന്. മക്കളെ, ഇത് കോൺസെൻട്രേഷൻസ് സെയിം ആണെങ്കിൽ, ഇഫ് കോൺസെൻട്രേഷൻ ഇസ് സെയിം, ഇഫ് C ഇസ് സെയിം, അതായത് രണ്ട് ആസിഡ് തന്നിട്ടുണ്ട്, എല്ലാവരും നോക്കുക, ആസിഡ് 1, ആസിഡ് 2. അവരുടെ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ഒരാളുടെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KA1, മറ്റാളുടെ KA2. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ KA1 KA2 കമ്പയർ ചെയ്താൽ മതി. KA1 ഏതിനാണോ KA കൂടുതൽ അതായിരിക്കും കൂടുതൽ ആസിഡിക്. നേരെ മറിച്ച് ഇവിടെ കോൺസെൻട്രേഷൻസ് ഡിഫറൻ്റ് ആണെങ്കിൽ C1 C2 KA1 KA2 ആണെങ്കിൽ രണ്ടുപേരുടെയും ഈ വാല്യൂ കമ്പയർ ചെയ്യണം. ഏത്? √KA1 C1, ഇവിടെ √KA2 C2. ഓക്കെ, ഇത് കമ്പയർ ചെയ്യണം. എന്നിട്ട് അതിൽ ഏതാണ് കൂടുതൽ, ദാറ്റ് വിൽ ബി മോർ അസിഡിക്. കാര്യം എന്താ, √KA × C ആണ് ശരിക്കും പറഞ്ഞാൽ H+ കോൺസെൻട്രേഷൻ. H+ കോൺസെൻട്രേഷൻ ശരിക്കും പറഞ്ഞാൽ √KA × C ആണ്. അപ്പോൾ അതാണ് ആക്ച്വലി കമ്പയർ ചെയ്യേണ്ടത്. അതിൽ C സെയിം ആണെങ്കിൽ മാത്രമാണ് KA നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക. ബേസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ബേസിക് സ്ട്രെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു KB ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു PKB. PKBയും PKA എന്താണെന്ന് അറിയാലോ മക്കളെ. PKA എന്ന് വെച്ചാൽ എന്താ, -log of KA. PKB അറിയാലോ മക്കളെ, -log of KB. ഓക്കെ, അതേപോലെ തന്നെ ഒരു ആസിഡ് ഇസ് സ്ട്രോങ്ങർ ഇഫ് ഇറ്റ് ക്യാൻ ഈസിലി ഗിവ് H+. അപ്പോൾ HA എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ടെങ്കിൽ അതിൽ HA ബോണ്ട് വീക്ക് ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ആസിഡ്. കാര്യം എന്താ, H+നെ ഈസിലി ചവിട്ടി പുറത്താക്കാൻ പറ്റും. ഇനി നമ്മളൊരു ഗ്രൂപ്പിലെ ആസിഡ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ HI, HBr, HCl, HF, നിങ്ങൾ നോക്കിയാൽ മതി. ഓർബിറ്റൽ സൈസ് ഓഫ് ആനയോൺ കൂടുതലാണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രോങ്ങർ ആസിഡ്. ഇപ്പോൾ HI എന്ന് പറയുമ്പോൾ അയഡിൻ്റെ വലിയ ഓർബിറ്റലും H+ന്റെ ചെറിയ ഓർബിറ്റലും തമ്മിൽ ബോണ്ടാണ്. ഒരു കുഞ്ഞു മാവയ്ക്ക് ഒരു വലിയ ആളെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല, അവളുടെ കൈ കുഞ്ഞല്ലേ. അപ്പോൾ H+ന് മര്യാദയ്ക്ക് അയോഡൈഡായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ആ ബോണ്ട് പെട്ടെന്ന് പൊട്ടാൻ പറ്റും. നേരെ മറിച്ച് HF ബോണ്ട് കുറച്ചും കൂടി സ്ട്രോങ്ങറാണ്. കാര്യം F- അല്ലെങ്കിൽ ഫ്ലൂറിൻ്റെ ഓർബിറ്റൽസ് ചെറുതാണ്, അത് ബോണ്ട് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. സോ ബേസിക്കലി അലോങ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൈസ് കൂടുന്നോറും, ആനയോണിൻ്റെ സൈസ് കൂടുന്നോറും ആസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. നേരെ മറിച്ച് പീരീഡ് നോക്കുകയാണെങ്കിൽ അലോങ് എ പീരീഡ്, ഫോർ എക്സാമ്പിൾ HF, H2O, NH3, CH4, ഇതിൽ ഫ്ലൂറിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഇവരൊക്കെ സെയിം പീരീഡാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കിയാൽ മതി. ആനയോണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ സ്ട്രോങ്ങർ ആസിഡാണ്. ഫോർ എക്സാമ്പിൾ HF is stronger than H2O, which is stronger than NH3, which is stronger than methane. ഓക്കെ, ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ സൈസ് നോക്കുക. ഓക്കെ, ആനയോണിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഇസ് എ സ്ട്രോങ്ങർ ആസിഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് നോക്കേണ്ടത്, പീരീഡ്, അലോങ് എ പീരീഡ്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമുക്കുള്ളതാണ് PH അറിയാലോ മക്കളെ, -log of H+. അതേപോലെ തന്നെ POH അറിയാലോ മക്കളെ, -log of OH- കോൺസെൻട്രേഷൻ. ഓക്കെ മക്കളെ, pH of a neutral solution 7 ആണ്. pH of an acidic solution less than 7 ആണ്. pH of a basic solution greater than 7 ആണ് at 25 degrees Celsius, 25 degrees Celsius. ഓക്കെ, അതല്ല pH plus pOH is equal to 14 at 25 degrees Celsius always. അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് PKA plus PKB is equal to 14 for conjugate acid base pair.
ഫോർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസറ്റിക് ആസിഡ് എടുത്തു, അസറ്റേറ്റ് അയോൺ എടുത്തു, അസറ്റിക് ആസിഡിന്റെ PKA എടുത്തു, അസറ്റേറ്റ് അയോണിന്റെ PKB എടുത്താൽ അത് രണ്ടും ആഡ് ചെയ്താൽ 14 കിട്ടും. കാര്യം അവർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അമോണിയ എടുത്തു, അമോണിയം എടുത്തു, അമോണിയയുടെ PKBയും അമോണിയം ആസിഡ് ആണല്ലോ NH4+, അതിന്റെ PKM എടുത്താൽ ആഡ് ചെയ്താൽ നമുക്ക് 14 കിട്ടും. ഇത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് PH കാൽക്കുലേഷൻ. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഏരിയയാണ് PH കാൽക്കുലേഷൻ. മക്കളെ PH കാൽക്കുലേഷൻ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ തരുന്നക്കണ ഈ ടേബിൾസിലുള്ള ഫോർമുലാസിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ, 100% ഗ്യാരണ്ടി. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രോങ് ആസിഡിന്റെ pH കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് pH - log of normality. നോർമാലിറ്റി അറിയാലോ, മൊളാരിറ്റി തന്നു കാണും, ഇൻറ്റു എൻ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ. എൻ ഫാക്ടർ എന്താണ്? നമ്പർ ഓഫ് H+. ഫോർ എക്സാമ്പിൾ HCl ആണെങ്കിൽ 1, H2SO4 ആണെങ്കിൽ 2, എത്ര H+ ലൂസ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. സ്ട്രോങ് ബേസ് ആണെങ്കിൽ POHന്റെ ഫോർമുലയാണ് വരിക, -log of normality. അതായത് ഇപ്പോൾ NaOHന്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്, അതിന്റെ pH കണ്ടുപിടിക്കാനായിട്ട് മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ചെയ്യുക, അപ്പോൾ നോർമാലിറ്റി കിട്ടും. എന്നിട്ട് -log of N. ഓക്കെ, POH കിട്ടി. POH ഇട്ട് കഴിഞ്ഞാൽ pH കിട്ടുമല്ലോ, 14 - POH. ഓക്കെ, നെക്സ്റ്റ് 2 സ്ട്രോങ് ആസിഡ് മിക്സ് ചെയ്യുന്നതാണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ HCl H2SO4 മിക്സ് ചെയ്തു, pH കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? -log of N1V1 + N2V2 / V1 + V2. N1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആസിഡിന്റെ നോർമാലിറ്റി, N2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആസിഡിന്റെ നോർമാലിറ്റി. അതേപോലെ V1 V2 വോള്യൂംസ് ആണ്. ഓക്കെ, നോർമാലിറ്റി കണ്ടുപിടിക്കാൻ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ, സെയിം കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് 2 സ്ട്രോങ് ബേസസ്, ഇപ്പോൾ NaOHും കാൽഷ്യം ഹൈഡ്രോക്സൈഡും മിക്സ് ചെയ്തു, അവരുടെ pH കണ്ടുപിടിക്കാനായിട്ട് -log of N1V1 POHന്റെ ഫോർമുലയാണ് -log of N1V1 + N2V2 / V1 + V2 വരിക. N1 ആദ്യത്തെ ബേസിന്റെ നോർമാലിറ്റി, N2 രണ്ടാമത്തെ ബേസിന്റെ നോർമാലിറ്റി, V1 V2 വോള്യൂംസ് ആണ്. POH കിട്ടിക്കഴിഞ്ഞാൽ pH കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും. ഇത് എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും മിക്സ് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ സംഭവിക്കും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ pH 7 ആണ്. പക്ഷേ ഒരാൾ എക്സസും മറ്റേ ആൾ ലിമിറ്റിങ്ങും ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആസിഡിന്റെ നോർമാലിറ്റി N1 വോള്യൂം V1, ബേസിന്റെ N2 വോള്യൂം V2. നിങ്ങൾ N1V1 = N2V2 ആണെങ്കിൽ ഒന്നും നോക്കേണ്ട, pH = 7. നേരെ മറിച്ച് N1V1 ഗ്രേറ്റർ ദാൻ N2V2 ആണെങ്കിൽ, N1V1 ഗ്രേറ്റർ ദാൻ N2V2 ആണെങ്കിൽ ആസിഡ് എക്സസ് ആണ്. അപ്പോൾ pH സൊല്യൂഷൻ അസിഡിക് ആവും, ആസിഡ് എക്സസ് ആയതുകൊണ്ട്. pH will be -log of N1V1 - N2V2 / V1 + V2. N1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡിന്റെ നോർമാലിറ്റി, N2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിന്റെ നോർമാലിറ്റി. ഇനിയിപ്പോൾ നോർമാലിറ്റി തന്നിട്ടില്ല, മൊളാരിറ്റി ആണ് തന്നിട്ടുണ്ടെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ചെയ്യുക, അത്രേ ഉള്ളൂ. വോള്യൂംസ് തന്നു കാണും. ഓക്കെ, ഇനിയിപ്പോൾ ബേസ് ആണ് എക്സസ് എങ്കിൽ, N2V2 ഗ്രേറ്റർ ദാൻ N1V1 ആണെങ്കിൽ POH = -log of N2V2 - N1V1 / V1 + V2. POH ഇട്ട് കഴിഞ്ഞാൽ pH is 14 - POH. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് pHന്റെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് സോൾട്ട് ഹൈഡ്രോളിസിസിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ ഒരു വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട്, സോഡിയം അസറ്റേറ്റിന്റെ pH കണ്ടുപിടിക്കാൻ പറയും. സോഡിയം അസറ്റേറ്റിന്റെ ഒരു സൊല്യൂഷൻ pH കണ്ടുപിടിക്കാൻ പറയും. pH = 7+½ × pKa + log C. Ka തന്നു കാണും, അല്ലെങ്കിൽ pKa തന്നു കാണും. Ka തന്നു കഴിഞ്ഞാൽ pKa കണ്ടുപിടിക്കാൻ അറിയാലോ, -log of Ka. അതേപോലെ തന്നെ log C തന്നു കാണും, മൊളാരിറ്റി തന്നു കാണും. ഈ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ് സോൾട്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ്, pH will be equal to 7 - ½ × PKB + log C. അണ്ടർസ്റ്റാൻഡ്, ഇത് രണ്ടും pHന്റെ തന്നെ ഫോർമുലാസ് ആണ് കേട്ടോ. കൺഫ്യൂസ് ആവരുത്, സാർ ഇത് POH വല്ലതും ആണോ? ഇത് അല്ല, ഇത് pHന്റെ തന്നെ ഫോർമുലാസാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ pH is greater than 7, ഇവിടെ pH is less than 7. നേരെ മറിച്ച് വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ട് ആണെങ്കിൽ pH = 7+½ × pKa - pKb. ഓക്കെ ആണല്ലോ മക്കളെ, ഓർത്ത് വയ്ക്കുക. ഇതെപ്പോഴും 7ന്റെ അടുത്തായിരിക്കും ഈ വാല്യൂ. നെക്സ്റ്റ് ബഫർ, അസിഡിക് ബഫർ, ബേസിക് ബഫർ ഉണ്ട്. അസിഡിക് ബഫർ അറിയാലോ, ഒരു വീക്ക് ആസിഡും അതിൻ്റെ കോൺജുഗേറ്റ്, വീക്ക് ആസിഡും സോൾട്ടും. pH = pKa + log of conjugate base by acid. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് അസറ്റിക് ആസിഡ് തന്നു, ശ്രദ്ധിക്കുക കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അസറ്റിക് ആസിഡ് തന്നു, ലെറ്റ്സ് സേ 0.2 മോളാർ. അതേപോലെ സോഡിയം അസറ്റേറ്റ് തന്നു, ലെറ്റസ് 0.4 മോളാർ. എന്നിട്ട് ഇത് രണ്ട് മിക്സ് ചെയ്യാണ്. pH ചോദിച്ചു കഴിഞ്ഞാൽ pKa of acetic acid + log of conjugate ബേസിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ സോൾട്ടിന്റെ തന്നെ കോൺസെൻട്രേഷൻ ആയിരിക്കും, 0.4 എടുക്കുക, ഡിവൈഡഡ് ബൈ 0.2. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ സോഡിയം അസറ്റേറ്റിന് പകരം ലെറ്റസ് മെഗ്നീഷ്യം അസറ്റേറ്റ് തന്നു എന്ന് വിചാരിക്കുക. മെഗ്നീഷ്യം അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 അസറ്റേറ്റ് പെർ മോളിക്യൂൾ ഉണ്ട്, CH3CO ട്വൈസ് ആണ്. അപ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ 0.4 എന്ന് തന്നു കഴിഞ്ഞാൽ, സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ 0.4 എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോർമുലയിൽ 0.4 കൊണ്ടുവന്നിടരുത്. ഈ ഫോർമുലയിൽ 0.4 × 2 വേണം. കാര്യം എന്താ, ഈ സോൾട്ട് ഗിവ്സ് യു 2 കോൺജുഗേറ്റ് ബേസസ്. അസറ്റേറ്റ് 2 എണ്ണം തരുന്നുണ്ട് പെർ മോളിക്യൂൾ. അപ്പോൾ 0.4 × 2 ആണ് ന്യൂമറേറ്ററിൽ വരിക. ആസിഡിന്റെ കോൺസെൻട്രേഷന് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ എടുക്കുക. അതേപോലെ തന്നെ ബേസിക് ബഫറിന്റെ കേസ് ആണെങ്കിൽ pKb + log of conjugate acid
by base concentration. Conjugate acid by base concentration. For example, ഇപ്പോൾ NH3 NH4OH തന്നു എന്ന് വിചാരിക്കുക. NH3 NH4Cl തന്നു എന്ന് വിചാരിക്കുക. ഇത് 0.2 ആണ്, ഇത് 0.4 ആണെങ്കിൽ ഡയറക്ട്ലി 0.2 ബേസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൊണ്ടുവന്നിടുക, 0.4 കോൺജുഗേറ്റ് ആസിഡ്. കാര്യം ഇവിടെ ഒരു അമോണിയം ക്ലോറൈഡ് ഒരു അമോണിയമേ തരുള്ളൂ. അപ്പോൾ ബേസ് കോൺജുഗേറ്റ് ആസിഡിൻ്റെ കോൺസെൻട്രേഷനും സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. നേരെ മറിച്ച് അമോണിയം ക്ലോറൈഡിന് പകരം ലെറ്റസ് ദേ ഗേവ് സംതിങ് ലൈക്ക് അമോണിയം ഫോസ്ഫേറ്റ് തന്നു എന്ന് വിചാരിക്കാം. അമോണിയം ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഇതിവിടെ 0.4 തന്നിട്ടുണ്ടെങ്കിൽ 0.4 ഇൻറ്റു 3 നിങ്ങൾ ചെയ്യേണ്ടി വരും ഇവിടെ. കാര്യം ഒരു അമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് 3 അമോണിയം തരും. അമോണിയയുടെ കോൺസെൻട്രേഷൻ ബേസിൻ്റെ കോൺസെൻട്രേഷൻ 0.2 തന്നെ ഇടുക, പക്ഷേ കോൺജുഗേറ്റ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 0.4 സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു 3 ചെയ്യുക. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി മക്കളെ. ഓക്കെ, ഗോട്ട് ഇറ്റ്. 99% കേസസിലും ഇപ്പോൾ കോൺജുഗേറ്റ് ബേസിൻ്റെ കോൺസെൻട്രേഷൻ സോൾട്ട് കോൺസെൻട്രേഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ സോൾട്ട് എന്താണെന്ന് നോക്കണം. ഇപ്പോൾ സോഡിയം അസറ്റേറ്റ് ആണെങ്കിൽ സോൾട്ടിൻ്റെയും കോൺജുഗേറ്റ് ബേസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിമാണ്. മഗ്നീഷ്യം അസറ്റേറ്റ് ആണെങ്കിൽ ഒരു മഗ്നീഷ്യം അസറ്റേറ്റിൽ 2 അസറ്റേറ്റ് ഉണ്ട്. അപ്പോൾ കോൺജുഗേറ്റ് ബേസിൻ്റെ കോൺസെൻട്രേഷൻ സോൾട്ടിൻ്റെ ഇൻറ്റു 2. അതേപോലെ തന്നെ ബേസിക് ബഫറിൻ്റെയും അങ്ങനെ നോക്കുക. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമുക്ക് പോളിപ്രോട്ടിക് ആസിഡ്സിലേക്ക് കിടക്കാം. പോളിപ്രോട്ടിക് ആസിഡ് എന്ന് പറയുമ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം എന്താ, ഒന്നിൽ കൂടുതൽ H+ തരാൻ കെൽപ്പുള്ള ആൾക്കാർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രോട്ടിക് ആസിഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരീനിയസ് ആസിഡ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. H+ വെള്ളത്തിലിട്ടാൽ H+ തരാൻ കെൽപ്പുള്ളവരാണ് പ്രോട്ടിക് ആസിഡ്സ്. ഓക്കെ, അതേപോലെ എന്താ പറയുക, മോണോപ്രോട്ടിക് ആസിഡ്സ് ആണെങ്കിൽ ഒരു H+ തരും. ഡൈപ്രോട്ടിക് ആണെങ്കിൽ 2 H+ തരും. ട്രൈപ്രോട്ടിക് ആണെങ്കിൽ 3 H+ തരും. അപ്പോൾ പോളിപ്രോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ H+ തരാൻ കെൽപ്പുള്ള ആൾക്കാർ. ഫോർ എക്സാമ്പിൾ H2SO4, ഓക്സാലിക് ആസിഡ്, H2C2O4, H3PO4 എക്സെട്ര. ഈ പോളിപ്രോട്ടിക് ആസിഡ്സ് ദേ അയണൈസ് സ്റ്റെപ്പ് വൈസ്. ഇത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് അയണൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലെറ്റസ് H3PO4 എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആദ്യം തന്നെ H+ H2PO4 വരും. ഇതിനൊരു ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും, Ka1. അതേപോലെ തന്നെ സെക്കൻഡ് ഈ H2PO4- ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു H+ഉം HPO4 തരും. ഇതിന് വേറൊരു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും, Ka2. അതേപോലെ തന്നെ HPO4 ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് H+ഉം PO4 തരും. ഇതിന് വേറൊരു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും, Ka3. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് Ka1 ഗ്രേറ്റർ ദാൻ Ka2 ഗ്രേറ്റർ ദാൻ Ka3. അതായത് പോകെ H+ തരാൻ ചാൻസ് ഡിഫിക്കൽട്ടി കൂടി വരും. കാര്യം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, H2PO4- ഒരു ആനയാണ്. അതിൽ നിന്നൊരു H+നെ വലിച്ചെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഈ Ka2 വാല്യൂ നല്ല കൂടുതലായിരിക്കും, കുറവായിരിക്കും Ka1 വെച്ച് നോക്കുമ്പോൾ. HPO4 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൽ നിന്നൊരു H+നെ വലിച്ചെടുക്കാൻ വീണ്ടും പാടാം. അപ്പോൾ Ka3 വാല്യൂ വീണ്ടും കുറവായിരിക്കും. അതേപോലെ തന്നെ ബേസസിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ പോളി ഹൈഡ്രോക്സി ബേസസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ OH- വരാൻ കെൽപ്പുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ Kb1 ഗ്രേറ്റർ ദാൻ Kb2 ഗ്രേറ്റർ ദാൻ Kb3. ആദ്യത്തെ OH- വരാൻ എളുപ്പമായിരിക്കും, പിന്നെ അവിടുന്ന് OH- വലിച്ചെടുക്കാൻ പാടായിരിക്കും. ഇത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്, pH. ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ടിൻ്റെ pH നമ്മൾ നേരത്തെ കണ്ടതാ. ജസ്റ്റ് ഒന്ന് തിയറി റീവിസിറ്റ് ചെയ്യാം. സോൾട്ട് ബേസിക്കലി 4 തരത്തിലുണ്ട്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് സോൾട്ട്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട്, വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ട്. ഇതിൽ ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട് വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ കാറ്റയോണും ആനയോണും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് ന്യൂട്രൽ സോൾട്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇറ്റ്സ് എ ന്യൂട്രൽ സോൾട്ട്. ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത് ന്യൂട്രൽ സോൾട്ടാണ്. pH 7 ആയിരിക്കും. രണ്ടും കാറ്റയോണും ആനയോണും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യില്ല. ദർ ഇസ് നോ ഹൈഡ്രോളിസിസ്. ഇവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നേ ഇല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നേ ഇല്ല. ഇവിടെ നോ ഹൈഡ്രോളിസിസ് ആണ്, നോ ഹൈഡ്രോളിസിസ്. ഓക്കെ, നേരെ മറിച്ച് ഒരു സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണെങ്കിൽ, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിൻ്റെ സോൾട്ട് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു pH വിൽ ബി ലെസ് ദാൻ 7. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് സോൾട്ട് ആണെങ്കിൽ ഇവിടെ കാറ്റയോണിക് ഹൈഡ്രോളിസിസ് ആയിരിക്കും. അതായത് ആ സോൾട്ടിൻ്റെ കാറ്റയോൺ ആയിരിക്കും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ആ സോൾട്ടിൻ്റെ കാറ്റയോൺ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NH4Cl വെള്ളത്തിലിട്ടാൽ നമുക്ക് NH4+ഉം Cl- തരും. ഇതിൽ ഈ NH4+ പോയിട്ട് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യും. ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ആനയോണിക് ഹൈഡ്രോളിസിസ് ആയിരിക്കും.
ആനയോണിക് ഹൈഡ്രോളിസിസ്. അതായത് ആനയോണിക് പാർട്ടായിരിക്കും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം അസറ്റേറ്റ് എടുത്താൽ നമുക്കറിയാം CH3CO- ആൻഡ് Na+ വരും. ഈ CH3CO- ആണ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് H+ മേടിക്കും. CH3CO- വെള്ളത്തിൽ നിന്ന് H+ മേടിച്ച് CH3COH ആവും. ബാക്കി വരുന്നത് എന്താ? OH-. അപ്പോൾ CH3CO- വെള്ളമായിട്ട് റിയാക്ട് ചെയ്താൽ നിങ്ങൾ തന്നെ നോക്കുക, CH3CO- വെള്ളമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? CH3COHും CH3COHും OH- കിട്ടും. ഈ OH- അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോളിസിസ് കാരണം. അതുകൊണ്ടാണ് അവിടെ pH >7 വരുന്നത്. നേരെ മറിച്ച് കാറ്റയോണിക് ഹൈഡ്രോളിസിസിൽ H+ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ NH4+ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? NH3 + H3O+. കണ്ട, അവിടെ H3O+ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ pH <7 വരുന്നത്. നേരെ മറിച്ച് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് വീക്ക് ബേസിൽ ബോത്ത് ഹൈഡ്രോളിസിസ്, അതായത് കാറ്റയോണിക് ആൻഡ് ആനയോണിക് ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ OH- H+ പ്രൊഡ്യൂസ് ചെയ്യും. ഈക്വൽ അമൗണ്ട്സിലല്ല, ചിലപ്പോൾ ഒരാൾ കുറച്ച് കൂടുതലായിരിക്കും. കൂടുതൽ ഇപ്പോൾ ആനയോണിക് ഹൈഡ്രോളിസിസ് ആണ് മുൻതൂക്കം ഉള്ളതെങ്കിൽ, ഇപ്പോൾ ആനയോണിക് ഹൈഡ്രോളിസിസ് ആണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ OH- കുറച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ pH >7 ആയിരിക്കും. നേരെ മറിച്ച് കാറ്റയോണിക് ഹൈഡ്രോളിസിസ് ആണ് കൂടുതൽ മുന്തി നിൽക്കുന്നതെങ്കിൽ H+ കോൺസെൻട്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ pH <7 ആയിരിക്കും. എനിവേ pHന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, pH is equal to 7+½ into pKa - pKb. ഓക്കെ, അപ്പോൾ അമോണിയം അസറ്റേറ്റ്, അമോണിയം കാർബണേറ്റ്, ഇതൊക്കെയാണ് വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ട്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? കോമൺ അയോൺ ഇഫക്റ്റ്. കോമൺ അയോൺ ഇഫക്റ്റ് അറിയാലോ, അയണൈസേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി suppressed by the addition of a common ion, strong electrolyte which contains a common ion. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസറ്റിക് ആസിഡ് എടുക്കുകയാണ്. അസറ്റിക് ആസിഡിൻ്റെ അയണൈസേഷൻ നോക്കുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് ഗിവിങ് യു CH3COO- +H+. അപ്പോൾ ഇതിലേക്ക്, ഈ കണ്ടെയ്നറിലേക്ക് ഞാൻ കുറച്ച് സോഡിയം അസറ്റേറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയം അസറ്റേറ്റിൽ കോമൺ അയോൺ ഉണ്ട്. ഈ അയണൈസേഷൻ സപ്രസ് ആവും. ഒന്നും വേണ്ട, ഞാൻ വേറൊരു സ്ട്രോങ് ആസിഡ് ഇടുകയാണെന്ന് വിചാരിക്കുക, HCl ഒരു കോമൺ അയോൺ ഉണ്ട്, H+. അപ്പോൾ ഇവിടെയും കോമൺ അയോൺ ഉണ്ട്. ഈ ഇക്വലിബ്രിയം ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ലെ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അവർ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് കോമൺ അയോൺ ഇഫക്റ്റ്. ലെ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ. കാര്യം നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാണ്, വി ആർ ആഡിങ് എ കോമൺ അയോൺ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാണ്. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇസ് ഇൻക്രീസിങ്, റിയാക്ഷൻ മൂവ്സ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ, അതായത് അയണൈസേഷൻ കുറയും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീക്ക് ബേസ് NH4OH എടുക്കുകയാണ്. NH4OH ഉള്ളൊരു കണ്ടെയ്നറിലേക്ക് NH4OHന്റെ ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ NH4++ OH- ആണല്ലോ. അതിലേക്ക് ഞാൻ NH4Cl ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം NH4Cl കോമൺ അയോൺ ഉണ്ട്. അപ്പോൾ ഈ ഡിസോസിയേഷൻ കുറയും. ഒന്നും വേണ്ട, ഞാൻ വേറെ NaOH ആഡ് ചെയ്താലും മതി. NaOH ആഡ് ചെയ്താൽ എന്ത് പറ്റും? OH- ഉണ്ട് കോമൺ അയോൺ ആയിട്ട്. അത് കാരണം ഡിസോസിയേഷൻ കുറയും. അപ്പോൾ കോമൺ അയോൺ ഏത് ആഡ് ചെയ്താലും ഡിസോസിയേഷൻ കുറയും. കാര്യം എന്താ? ലെ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ബഫർ സൊല്യൂഷൻ അറിയാമല്ലോ, രണ്ട് ടൈപ്പ് ഉണ്ട്, അസിഡിക് ബഫർ, ബേസിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ഇതിന്റെ pH നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. Ka വാല്യൂ അല്ലെങ്കിൽ pK വാല്യൂ തന്നു കാണും. കോൺജുഗേറ്റ് ബേസ് ആസിഡിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. അതേപോലെ ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ്. നമ്മൾ POHന്റെ ഫോമുല കണ്ടതാണ്. ഈ ഇക്വേഷനാണ് ഹെൻഡേഴ്സൺ ഹാസൽബാച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത്. അറിയാലോ മക്കളെ. നെക്സ്റ്റ് നമുക്ക് സോലിബിലിറ്റി പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, ഈസി ഭാഗമാണ്. ആദ്യം തന്നെ സോലിബിലിറ്റി ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് എൻ അയോൺ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് എൻ അയോൺ എന്ന് വേണ്ട, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സോലിബിലിറ്റി ഓഫ് NaCl ഇസ് 10 grams per liter എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിൽ 10 gram NaCl പറ്റുള്ളൂ. അതിനപ്പുറം അത് dissolve ആവില്ല. So solubility is basically the maximum concentration at a given temperature. Solubility depends on temperature. അതറിയാലോ മക്കളെ, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ solubility കൂടും. Solubility product is a product of concentration of ions in a saturated solution, that is product of solubility. So basically നമ്മൾ ഏതൊരു സോൾട്ട് എടുക്കുകയാണെങ്കിലും സാച്ചുറേഷൻ എത്തിക്കഴിയുമ്പോൾ അതൊരു ഇക്വലിബ്രിയത്തിലെത്തും. XAY plus Y BX minus എന്ന ഇക്വലിബ്രിയത്തിലെത്തും. ഈ ഇക്വലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KSP. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? കോൺസെൻട്രേഷൻ ഓഫ് AY പ്ലസ് ദ ഹോൾ റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് BX മൈനസ് ദ ഹോൾ റേസ് ടു Y. ഇതാണ് KSP വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ QSP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. QSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫോമുല തന്നെ വരും, ദ സെയിം ഫോമുല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ദിസ് ഇസ് അറ്റ് ഇക്വലിബ്രിയം.
ഇത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ആണ്. QSP എന്ന് പറയുമ്പോൾ യു ക്യാൻ ടേക്ക് ദ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം. നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ചു കാണും മക്കളെ, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ റിയാക്ഷൻ കോഷ്യന്റ്, അതേപോലെ തന്നെയാണ് QSPയുടെ കോൺസെപ്റ്റ് വരുന്നത്. QSP is basically concentration of cation the whole power its stoichiometric coefficient into concentration of anion the whole power its stoichiometric coefficient at any given time. നേരെ മറിച്ച് KSP എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് കാറ്റയോൺ ദ ഹോൾ പവർ ഇറ്റ്സ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആനയോൺ ഇൻറ്റു റേസ് ടു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് അറ്റ് ഇക്വിലിബ്രിയം, അതായത് അറ്റ് സാച്ചുറേഷൻ. ഓക്കെ മക്കളെ. പിന്നെ നിങ്ങൾക്കറിയാം ഏതൊരു സോൾട്ട് എടുക്കുകയാണെങ്കിലും AXBY സോൾട്ടിൻ്റെ KSP ഓഫ് AXBY ഇതിങ്ങനെയല്ല, ഇവിടെ KSP ഓഫ് AXBY ക്യാൻ ബി റിട്ടൺ ആസ് KSP of AXBY can be written as x raised to x into y raised to y into s raised to x plus y. ഓക്കെ, വെള്ളത്തിൽ AXBY എന്ന് പറഞ്ഞൊരു സോൾട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ സോലിബിലിറ്റി ആൻഡ് KSP റിലേഷൻ ആണിത്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോർമുലയിൽ സോൾട്ടിൻ്റെ നമ്പർ ഓഫ് കാറ്റയോൺ. ഫോർ എക്സാമ്പിൾ ലെറ്റ് സേ PbCl2 എടുക്കുകയാണ്. PbCl2ൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും 1, വൈയുടെ വാല്യൂ എന്തായിരിക്കും 2. ഓക്കെ മക്കളെ. അതേപോലെ തന്നെ ലെറ്റ് സേ സംതിങ് ലൈക്ക് BaSO4 എടുക്കുകയാണ്. BaSO4ൽ എക്സിൻ്റെ വാല്യൂ എന്താണ് 1, വൈയുടെ വാല്യൂ എന്താണ് 1, ഒരു ആനയോൺ ഒരു കാറ്റയോൺ. ഇനി ഈ QSP കൊണ്ടുള്ള ഗുണം എന്താ? നമ്മൾ ഏതൊരു സമയത്തും QSP കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് KSP ആയിട്ട് ഈക്വൽ ആണെങ്കിൽ, ഇഫ് QSP ഈസ് ഈക്വൽ ടു KSP ഇറ്റ് ഇസ് അറ്റ് ഇക്വിലിബ്രിയം, സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു. നേരെ മറിച്ച് QSP ലെസ് ദാൻ KSP എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിക് പ്രോഡക്റ്റ് ലെസ് ദാൻ KSP ആണെങ്കിൽ സാച്ചുറേഷൻ എത്തിയിട്ടില്ല, നമുക്ക് ഇനിയും ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൊല്യൂഷൻ ഇസ് അൺസാച്ചുറേറ്റഡ്. നേരെ മറിച്ച് QSP ഗ്രേറ്റർ ദാൻ KSP ആണെങ്കിലോ, അതായത് ഇറ്റ് സൂപ്പർ സാച്ചുറേറ്റഡ്, അതായത് ബേസിക്കലി പ്രസിപ്പിറ്റേഷൻ നടക്കും. ഓക്കെ, ഇവിടെയാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കില്ല, ഇവിടെയാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കും, ഇവിടെയാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. ഓക്കെ മക്കളെ. അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് മക്കളെ, solubility decreases when common ion is present. Solubility decreases when common ion is present. For example, അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, let us say something like PbF2യുടെ solubility in a solution containing sodium fluoride and a solution containing water. എവിടെയായിരിക്കും PbF2ൻ്റെ solubility കൂടുതൽ? ഒബ്വിയസ്ലി PbF2ൻ്റെ solubility in water will be more. കാര്യം എന്താ? ഇവിടെ ഒരു കോമൺ അയോൺ ഉണ്ട്. ഏതാ കോമൺ അയോൺ? F-. കോമൺ അയോൺ ഉള്ളിടത്തൊക്കെ സോലിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? ഇത് ഓർത്ത് വയ്ക്കുക. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. മെയിൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്ന് എടുത്ത സ്നാപ്ഷോട്ട്സ് ആണ്, നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ സ്നാപ്ഷോട്ട്സിൻ്റെ അടിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടും മക്കളെ. കിട്ടാത്തതൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. യു വിൽ ഡെഫിനറ്റ്ലി എൻഡ് അപ്പ് ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, കിട്ടാതെ എവിടെ പോകാനാണ് മക്കളെ. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. സ്റ്റേ ഹെൽത്തി, ഹാപ്പി, മോട്ടിവേറ്റഡ്, ബ്ലെസ്ഡ്, ഫിയർലെസ്. ലവ് യു ഗൈസ്. ബൈ.